ബാക്ക് ടു V3 വ്ളോഗ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുൾട്ടാനി മിൽട്ടി സോപ്പാണ്. അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോൾഡ്സ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് തന്നെ 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തത്. പിന്നെ ഗ്ലിസറിൻ, അതുപോലെ തന്നെ അലോവേര ജെല്ല്, കോസ്റ്റിക് സോഡയാണ് കേട്ടോ ഇത്. പിന്നെ ഇത് 240 ഗ്രാം മുൾട്ടാനി മിൽട്ടിയാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഉള്ളത് എന്ന് വെച്ചാൽ ഈ ഒരു സംഭവമാണ്. ഇത് നമ്മൾ പെർഫ്യൂമാണ്. അതുപോലെ തന്നെ ഇതാ കുറച്ച് വൈറ്റമിൻ ഇ ആണ് ഇത്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഇനി ഉണ്ടാക്കാൻ പോവാണ്. അതായത് 1 ലിറ്റർ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഈ മുൾട്ടാനി മിൽട്ടി ഇതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായി ഇളക്കണം കേട്ടോ. ഇതിപ്പോൾ ഈ മുൾട്ടാനി മിൽട്ടി ഇട്ടത് നമ്മൾ 240 ഗ്രാമാണ്. നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ മുൾട്ടാനി മിൽട്ടി ഇതിലേക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഏകദേശം മിക്സായി വന്നിട്ടുണ്ട്. 2-3 മിനിറ്റ് പരമാവധി ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് ഗ്ലിസറിനാണ് കേട്ടോ. നമ്മളിപ്പോൾ ഗ്ലിസറിൻ ഇതിലേക്ക് ആഡ് ചെയ്തത് ഒരു 30 മില്ലിയാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് അലോവേര ജെല്ലാണ്. നമ്മളിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് വൈറ്റമിൻ ഇ ആണ്. ഇതിൻ്റെ അറ്റം നന്നായിട്ട് മുറിക്കണം, എന്നിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഇത്ര 5-6 എണ്ണം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ ചേർത്തത് 4 എണ്ണമാണ്. ഇപ്പോൾ നമ്മൾ ടോട്ടൽ 5 വൈറ്റമിൻ ഇ ആണ് കേട്ടോ ചേർത്തത്. നമുക്കത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ പെർഫ്യൂമാണ് ചേർക്കുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പെർഫ്യൂം ചേർത്താൽ മതി. അതുപോലെ തന്നെ കളറും. ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സോപ്പാണ് കേട്ടോ. ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നമുക്കത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ലാസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കോസ്റ്റിക് സോഡയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതൊരു തിക്നെസ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ തിക്നെസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇതാ ഇതിൻ്റെ കൺസിസ്റ്റൻസി മാറി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇത് കോസ്റ്റിക് സോഡ ഒഴിക്കുന്നത് നമ്മൾ സോപ്പ് കുറച്ച് തിക്നെസ് ആവാൻ വേണ്ടിയിട്ടാണ്, സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, നമ്മൾ ഒഴിക്കുകയാണ്.
അപ്പോൾ ഫ്രണ്ട്സ് ഫൈനലി നമ്മൾ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു മോൾഡിൽ നിന്നും മാറ്റാൻ വേണ്ടി സാധിക്കും. അത് കഴിഞ്ഞാൽ നമുക്കൊരു ഉണങ്ങാൻ വേണ്ടി വെക്കാം. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഫ്രണ്ട്സ്. ഇതാണ് നമ്മുടെ മോൾഡിൽ നിന്ന് എടുത്ത സോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ. ഇനി ഇതൊരു 1 വീക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉണക്കിയതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഓവൻ ഷേപ്പിലാണ് നമ്മൾ സോപ്പ് വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ആകൃതി. അപ്പോൾ നമ്മൾ ഇത് സെയിൽ ചെയ്യാറുണ്ട്. 50 രൂപക്കാണ് നമ്മൾ സെയിൽ ചെയ്യാറ്. ബട്ട് ഇപ്പം നമ്മൾ വെളിച്ചെണ്ണൻ്റെ പ്രൈസൊക്കെ കൂടിയത് കൊണ്ട് നമ്മൾ എന്താ പറയുക, സോപ്പിനും വില കൂടും ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.